ഈ ദാശയ്ക്ക് ഒരു ബബ്ബൂണുണ്ട്. ബബ്ബൂൺ പറഞ്ഞാൽ കോമാളി. അയാൾ നമ്മുടെ പാലക്കാടിൻ്റെ പ്രതിനിധിയാണ്. ചോദ്യക്കാരെന്ന് പറയും. ചോദിക്കുന്ന ആള്. പൊറാട്ടിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് പൊറാട്ട് കളിയെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒറ്റ കഥാപാത്രമേ ഉള്ളൂ. അത് ചോദ്യക്കാരനാണ്. ചോദ്യക്കാരൻ പൊതുവെ ഒരു ബഫൂണായിരിക്കും എന്നതാണ് രസകരമായൊരു കാര്യം. ഈ ബഫൂൺ കേരളീയ നാടോടി നാടകവേദിയിലേക്ക് കടന്നു വരുന്നത് തമിഴ് തെരുക്കൂത്തിൻ്റെ ഒരു പാരമ്പര്യത്തിലാണ്. ലോകത്തിലെല്ലായിടത്തുമുള്ള ഇത്തരം ഹാസ്യ അവതരണങ്ങൾക്കകത്ത് ബഫൂണിന്, വിദൂഷകന് വളരെ വലിയ ഒരു സ്ഥാനമുണ്ട്. ആ ഇടത്തിൻ്റെ അധികാരിയാണ് ചോദ്യക്കാരൻ. ചോദ്യക്കാരൻ ഒരു പ്രമാണിയായി അവിടെ അവതരിക്കുന്നു. ആ ഇടത്തിനെ മുഴുവൻ നിയന്ത്രിക്കുകയും കഥാപാത്രങ്ങളെയും കഥയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ജോലിയാണ് ചോദ്യക്കാരനുള്ളത്. ദാസിയെ അവതരിപ്പിച്ചതിന് ശേഷമാണ് ചോദ്യക്കാരൻ വരുന്നത്. നിങ്ങൾ വിളിക്കാൻ പറഞ്ഞില്ലേ, അപ്പൊ തന്നെ ഞാൻ ആളെ വിളിച്ചു വരുത്തിയിട്ടില്ലേ. അദ്ദേഹം തന്നെ ഈ മൃതദേഹം. ഓരോ നാടകത്തിലും അവർ അവതരിപ്പിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഈ നാടകത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ആരാണ് എന്ന് ചോദിക്കും. ആ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ അവർ പരിചയപ്പെടുത്തുക അതിൻ്റെ ബഫൂണിനെയായിരുന്നു. ഓരോ സംഘവും ഇന്ന് അറിയപ്പെടുന്നത് ഈ ബഫൂണിൻ്റെ പേരിലാണ് എന്നതുമാണ് ഈ ബഫൂണിൻ്റെ അല്ലെങ്കിൽ ചോദ്യക്കാരൻ്റെ ഈ പറയുന്ന പൊറാട്ട് നാടകത്തിലെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. ഈ ടീമിന്റെ നാഥനെ കാണിക്കുന്നത് മണ്ണൂരിലെ ചന്ദ്രാശാനും കളപ്പറ്റയിലെ വേലാദാശാനുമാണ് ഈ ടീമിന്റെ നാഥൻ. അവരെ വിറ്റ ആരെങ്കിലും വാങ്ങിയിട്ട് പോകും. പിന്നെ ഹാസ്യം അവതരിപ്പിക്കുന്ന ആള് നമ്മുടെ കൂടെയുണ്ട്. കൊല്ലങ്കോട് ആണ്ടികുളമ്പിലെ കൃഷ്ണാട്ടൻ. മണ്ണൂർ ചന്ദ്രനാശാനെയും കളപ്പട്ടി വേലാദാശാനെയും കൊല്ലങ്കോട് ആണ്ടികുളമ്പിൽ കൃഷ്ണാട്ടിനെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. വർഷം തോറും നടത്തി വരുന്ന തായങ്കാവ് മുത്തിന്റെ പൂജാ മഹോത്സവം അതിനോടനുബന്ധിച്ച് ചെറുതായിട്ടൊരു കലാപരിപാടി നടത്തും. കല പറഞ്ഞ മനസ്സിലായോ? കല എന്ന് വെച്ചാൽ 64 കല. അതിലൊരു കലയാണ് ഈ പൊറാട്ട് കളി. അവതാരകൻ, പങ്കാളി, പിന്നണി തുടങ്ങിയ വേർതിരിവുകളൊന്നും ഈ തുറന്ന നാടകവേദിക്കില്ല എന്നതാണ് പൊറാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇതിനകത്ത് കാണികൾ നേരിട്ട് വേദിയിലേക്ക് വരികയും കഥാപാത്രങ്ങളായി മാറുകയും ചെയ്യുന്നത് കാണാം. കഥാപാത്രങ്ങൾ കാണികളിലേക്ക് ഇറങ്ങി വരുന്നത് കാണാം. അതോടൊപ്പം തന്നെ പിന്നണിയുള്ള ആളുകൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും പലപ്പോഴും ബഫൂണിനെ വന്ന് അടിക്കുകയും അതുപോലെ നിയന്ത്രിക്കുകയും അയാളോട് കയർക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ കഴിയും. പലപ്പോഴും കളിയാശാനാണ് ഈ രീതിയിൽ ഒരു കർച്ചീഫ് കൊണ്ടോ അല്ലെങ്കിൽ മടക്കിപ്പിടിച്ച പാള കൊണ്ടോ മറ്റോ നിരന്തരം ഇയാളെ വന്നിട്ട്, അതായത് ഓരോ തവണ സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ കഥയിൽ നിന്ന് മാറിപ്പോകുമ്പോഴോ അയാളെ ശാസിച്ച് ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ധർമ്മം പലപ്പോഴും നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ സംവാദാത്മകമായിട്ടാണ് പ്രേക്ഷകർ കൂടെ പങ്കെടുക്കുന്ന, കാണിയെന്നോ പങ്കാളിയെന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു വലിയ കൂത്തായിട്ട് പൊറാട്ട് മാറുന്നത് ഈ ചോദ്യക്കാരൻ്റെ സജീവമായ ഇടപെടലിലൂടെയാണ് എന്ന് കാണാൻ കഴിയും. ഈ ചോദ്യക്കാരൻ ചില അവതരണങ്ങളിൽ പൊതുവായി 2 ആളുകളായിട്ട് മാറുന്നത് കാണാം. അതിലൊരു ചോദ്യക്കാരൻ ബഫൂണായിരിക്കും, മറ്റൊരു ചോദ്യക്കാരൻ, രണ്ടാമത്തെ ചോദ്യക്കാരൻ ആ കളിയോഗത്തിൻ്റെ കളി ആശാൻ ആയിരിക്കും. എനിക്ക് അതൊക്കെ ഒന്നില്ലെങ്കിൽ സുബ്രഹ്മണ്യം അല്ലെങ്കിൽ സുരേന്ദ്രൻ ചെയ്യും. ഞാനൊരു വരി വലിച്ചാലുണ്ടല്ലോ
ഒന്നാമത്തെ ചോദ്യക്കാരനായ ബഫൂൺ യാതൊരു അതിരുകളുമില്ലാതെ മറയുമില്ലാതെ പലതരം ഹാസ്യ അവതരണങ്ങൾ നടത്തുകയും പലപ്പോഴും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങളും ആംഗ്യങ്ങളും ലൈംഗിക പരാക്രമങ്ങളടക്കം വേദിയിൽ കാണിക്കുമ്പോൾ അയാളെ പലപ്പോഴും നിയന്ത്രിക്കുക എന്ന് പറയുന്ന ജോലി കൂടി രണ്ടാമത്തെ ചോദ്യക്കാരന് ഉണ്ട്. പലപ്പോഴും ഈ ചോദ്യക്കാരൻ ആ നാട്ടുകൂട്ടത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് കടന്നു വരുന്നത്. ഓരോ വേഷവും ഒന്നിനു പിറകെ ഒന്നായി അരങ്ങത്തേക്ക് വരുമ്പോൾ ആ വേഷത്തെ ചോദ്യം ചെയ്യുകയും അതിനെ കളിയാക്കുകയും അവരെ വിചാരണ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ദാമ്പത്യം എന്ന് പറയുന്ന പൊറാട്ടിൻ്റെ മുഴുവൻ ഒരു സന്ദേശം എന്ന് പറയുന്നത് കുടുംബം എന്ന ഒരു മൈക്രോ യൂണിറ്റിൻ്റെ സുസ്ഥിരതയെ സംബന്ധിച്ച് ഈ പറയുന്ന സദാചാരപരമായ പലതരം വേലിചാട്ടങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോഴും അതിനൊക്കെ അപ്പുറം കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെ ഉറപ്പിച്ചു നിർത്തുക എന്ന ഒരു രാഷ്ട്രീയ ദൗത്യം എല്ലാ പൊറാട്ടുകൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പിണങ്ങിപ്പിരിഞ്ഞ രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് ഈ പറയുന്ന ഓരോ ജാതിയിലെയും പ്രതിനിധാനങ്ങൾ കടന്നു വരുന്നത്. അവരെ പരസ്പരം രഞ്ജിപ്പിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ അങ്ങനെ പിണങ്ങിപ്പിരിഞ്ഞ ആ കഥാപാത്രങ്ങൾ ചോദ്യക്കാരൻ്റെ നേതൃത്വത്തിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുകയും തർക്കുത്തരങ്ങൾ നടത്തുകയും അവസാനം അവരെ ഒരുമിപ്പിച്ചുകൊണ്ട് ലോകതത്വങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഒരുമിപ്പിച്ച് ആ കളിയരങ്ങിൽ നിന്ന് പിരിച്ചയക്കുക എന്ന ചുമതലയാണ് ചോദ്യക്കാരന് ഉള്ളത്. ഈ അർത്ഥത്തിൽ ചോദ്യക്കാരൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പൊതുബോധത്തിൻ്റെ ഒരു പ്രതിനിധാനമായിട്ടാണ് പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ഹാസ്യം എന്ന് പറയുന്നത് അയാൾ ഓരോ ജാതിയെയും കുറിച്ച് പറയുന്ന പലതരം വർത്തമാനങ്ങൾ സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ ഓരോ ജാതിയെക്കുറിച്ചുള്ള വീക്ഷണങ്ങളാണ് പലപ്പോഴും ഈ ചോദ്യക്കാരൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയും. പുള്ളമണി എന്നയ്യ എന്നെ കുത്തൻ തിന്നയ്യ എന്നയ്യ പറഞ്ഞാൽ എന്താണെന്ന് മൂന്നാമൻ ഇടപെട്ടു ഒരു ഗായക സംഘത്തിൽ. ഇങ്ങനെ തമിഴ് ഭാഷയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് അഗനിഷ്ഠമായിട്ട് ഈ ചോദ്യക്കാരൻ ഇടപെട്ട് അതിന് ഡബിൾ മീനിങ്ങായി ജനങ്ങളെ ഇരുത്തുക. അതുകൊണ്ടാണ് എല്ലാ കലകളും മണിക്കൂറേ ഉള്ളൂ. ഇത് 6 മണിയായാലും ഇപ്പോഴും ചമ്മലം പടിയിട്ട് ഇരുന്നിട്ട് ജനങ്ങൾ പോവില്ല പൊറാട്ടുകൾ.